ഞായറാഴ്ച തോറുമുള്ള വചന ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ 19-ാം വാക്യത്തെ ആസ്പദമാക്കി ചില ചിന്തകൾ. ആധുനിക മനുഷ്യൻ്റെ അവസ്ഥ, ഇപ്പോൾ നാം ആയിരിക്കുന്ന സ്ഥിതിവിശേഷങ്ങളുടെ വെളിച്ചത്തിൽ വചനത്തോടുള്ള ബന്ധത്തിൽ അല്പനേരം സത്യസന്ധമായി വസ്തുനിഷ്ഠമായി ചിന്തിക്കുക, മനസ്സിലാക്കുക എന്നതാണ് ലക്ഷ്യം. ഞാൻ ആ വാക്യം വായിക്കട്ടെ. പിന്നെ യേശു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. ഈ ഒരു ഭാഗം ക്രിസ്തീയ സഭകൾ എക്കാലത്തും വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്ന സക്രമെന്റ്, അതിൽ സുപ്രധാന സക്രമെന്റായ തിരുവത്താഴം അല്ലെങ്കിൽ കുർബാന അല്ലെങ്കിൽ ദിവ്യബലി എന്ന പേരിൽ അറിയപ്പെടുന്ന സക്രമെന്റാണ്. ഈ സക്രമെന്റ് വിവിധ കാലഘട്ടങ്ങളിൽ പലവിധമായ ആശയക്കുഴപ്പങ്ങൾക്കും വഴി ഒരുക്കിയിട്ടുണ്ട് എന്ന് മാത്രവുമല്ല, ക്രിസ്തു ശരീരമായ സഭയെ കീറിമുറിക്കുന്നതിൽ നിർഭാഗ്യവശാൽ ഈ ഭാഗം ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് ചരിത്രബോധമുള്ള എല്ലാ ക്രിസ്ത്യാനികളും അക്രൈസ്തവരായ ആളുകളും തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഭാഗ്യവശാൽ ഇപ്പോൾ ക്രിസ്ത്യാനികളും അക്രൈസ്തവരും തമ്മിലുള്ള വ്യത്യാസം നന്നേ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ യൂട്യൂബ് സംഗമത്തിൽ കൂടെ ഞാൻ പ്രാപിച്ചിരിക്കുന്ന അനുഭവം അർത്ഥവത്താണെങ്കിൽ ഒരുപക്ഷെ പാരമ്പര്യ ക്രിസ്ത്യാനികളെക്കാൾ വേദപുസ്തക സംബന്ധമായ സുപ്രധാന സംഭവങ്ങൾ കൂടുതൽ സൂക്ഷ്മതയോടെ, കൂടുതൽ ഭക്തി ആദരവുകളോടെ, താല്പര്യത്തോടെ മനസ്സിലാക്കുന്നത് അക്രൈസ്തവരായ സഹോദരങ്ങളാണ് എന്നത് ഞാൻ വളരെ എളിമയോടെ ഈ സമയത്ത് ഓർക്കുകയും അതിനെ ആദരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ കേരളത്തിലെ സ്ഥിതിവിശേഷം നോക്കുമ്പോൾ ഈ സക്രമത്തിനെ സംബന്ധിച്ച് സിറോ മലബാർ സഭയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ വിവാദം എന്താണ്? ഈ സക്രമന്റ് ആചരിക്കുമ്പോൾ ആ കർമ്മം നിർവഹിക്കുന്ന പുരോഹിതൻ കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കണോ പടിഞ്ഞാട്ട് തിരിഞ്ഞ് നിൽക്കണോ എന്നുള്ളതാണ്. ആ ഒരു വിവാദം എത്രമാത്രം അപ്രസക്തവും അനാവശ്യവും അർത്ഥശൂന്യവുമാണ് എന്ന് തിരിച്ചറിയാനും ഈ ധ്യാനം പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അർത്ഥമറിയുവാൻ കൂട്ടാക്കാത്തവരുടെ കയ്യിൽ വിശുദ്ധമായത് ചെന്ന് പതിക്കുന്നത് പന്നിയുടെ മുമ്പിൽ മുത്തുകൾ വീഴുന്നത് പോലെയാണ് എന്ന് യേശു പ്രസ്താവിച്ചിട്ടുള്ളത് നമുക്ക് നന്നായി ബോധ്യമുള്ളതാണ്. നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ എറിഞ്ഞു കൊടുക്കരുത്. പന്നികൾക്ക് ഈ മുത്തിൻ്റെ വില എന്താണെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ട് അത് ചവിട്ടി മെതിച്ച് കളയും, തിരിഞ്ഞ് നിങ്ങളെ കുത്തി കൊന്നു കളയുകയും ചെയ്യും. ഇതാണ് യേശു ഉപദേശിച്ചിരിക്കുന്നത്. മലയാളത്തിൽ മറ്റൊരു പദപ്രയോഗമുണ്ട്, കുരങ്ങൻ്റെ കയ്യിൽ കിട്ടിയ പൂമാല പോലെ. അപ്പോൾ അർത്ഥമറിയുക ഒരു ആത്മീകമായ കടമയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ അന്വേഷിപ്പീൻ, നിങ്ങൾ അർത്ഥങ്ങളെ അന്വേഷിപ്പീൻ. മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം അർത്ഥങ്ങളുമായി ബന്ധം പുലർത്തുക എന്നതാണ് എന്ന് ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പെട്ടിട്ട് എങ്ങനെയോ അത്ഭുതകരമായി രക്ഷപ്പെട്ട വിക്ടർ ഫ്രാങ്കൽ എന്ന വിശ്വവിഖ്യാതനായ ഒരു ചിന്തകൻ, ഒരു എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ അതിമനോഹരമായ കൃതിയായ മാൻസ് സെർച്ച് ഫോർ മീനിങ് എന്ന പുസ്തകത്തിലുണ്ട്. അത് നിങ്ങൾക്ക്
ഫ്രീ ആയി നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ്. മാൻസ് സെർച്ച് ഫോർ മീനിങ് ബൈ വിക്ടർ ഫ്രാങ്കൽ. അപ്പോൾ മനുഷ്യൻ അർത്ഥമറിഞ്ഞാൽ മാത്രമേ അവന് ഏതെങ്കിലും വിധത്തിലുള്ള ആത്മീകമായ സംതൃപ്തി, പ്രയോജനം, പോഷണം പ്രാപിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്നത് വളരെ വളരെ വ്യക്തമായ ഒരു സത്യമാണ്. അത് കൂടുതലായി ആർഗ്യൂ ചെയ്ത് സമർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ യേശു ഉദ്ദേശിച്ച അർത്ഥങ്ങൾ, യേശു ഇപ്രകാരമുള്ളൊരു അനുഭവം, അവിസ്മരണീയമായ അനുഭവം തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഏതാണ്ട് അവസാന ഭാഗത്തെത്തി നിൽക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാർക്ക് പ്രദാനം ചെയ്യുവാൻ വളരെ സൂക്ഷ്മമായി പ്ലാൻ ചെയ്ത് പദ്ധതിയിട്ട് ഇപ്രകാരമുള്ള ഒരു അനുഭവത്തിലേക്ക് അവരെ ആക്കി വെക്കുവാനായി നിശ്ചയിക്കുകയും പ്രയത്നിക്കുകയും ചെയ്തതിൻ്റെ പിറകിലുള്ള താല്പര്യത്തെ, ലക്ഷ്യത്തെ മാനിക്കുവാൻ നമുക്കൊരു കടമയുണ്ട് എന്നത് എന്തുകൊണ്ടോ ക്രിസ്ത്യാനികൾ മനഃപൂർവ്വം മറന്നു കളയുകയാണ്. അതിനൊരു മാറ്റം വരട്ടെ എന്നുകൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു അനുഭവത്തെ, അതായത് യേശു തൻ്റെ ശിഷ്യന്മാരുമായി ആചരിക്കുന്ന ഈ അന്തിമ അത്താഴത്തെ മനസ്സിലാക്കുവാൻ നാളിതുവരെ ഞാൻ പ്രാപിച്ച അല്ലെങ്കിൽ എനിക്ക് ലഭിച്ച അനുഭവ സമ്പത്തിൻ്റെയും അന്വേഷണത്തിൻ്റെ വെളിച്ചത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത്, ഇത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല സമീപനം ഇത് ഒരു ബന്ധത്തിൻ്റെ പ്രത്യേകമായ ദർശനത്തെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുന്ന സംഭവമായിട്ടാണ്. നാം വിശുദ്ധ സംസർഗം എന്ന് പറയുമ്പോൾ, സംസർഗം എന്ന ആശയത്തിൻ്റെ അർത്ഥം ബന്ധം എന്നാണ്. പരസ്പരം എപ്രകാരം ഏർപ്പെട്ടുകൊണ്ടേയിരിക്കണം, പരസ്പരം എപ്രകാരം റിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, സംസർഗം, ഒരുമിച്ച് എപ്രകാരം ആയിരിക്കണം, അതാണ് ബന്ധം. രണ്ട് വ്യക്തികൾ ഒന്നായിത്തീരുന്ന അനുഭവമാണ് ബന്ധം. ആ ഒന്നായിത്തീരുന്ന അനുഭവത്തിൻ്റെ വൈകാരികതയ്ക്ക് ഏറ്റക്കുറച്ചിലുണ്ടാകും. ഉദാഹരണമായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൽ സ്ത്രീ പുരുഷ ബന്ധം ഇപ്രകാരമുള്ളൊരു സംസർഗമാണ്. അത് ആത്യന്തികമാണ്, പരമമാണ്. അതുകൊണ്ട് സ്ത്രീയും പുരുഷനും ഒരു ശരീരമായിത്തീരും. അപ്പോൾ രണ്ടായിരിക്കുന്നത് ഒന്നായിത്തീരുന്ന ആ അനുഭവത്തെയാണ് സംസർഗം എന്ന ആശയം കൊണ്ട്, വാക്കുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നാം ആരെങ്കിലും കണ്ടു, ആ വ്യക്തിയോട് നാം സുഹൃത്ത് ബന്ധം സ്ഥാപിച്ചു. രണ്ട് സുഹൃത്തുക്കൾ ഒരു ശരീരമാകുകയില്ല. എന്നാൽ അവർ തമ്മിൽ സുഹൃത്തുക്കളായിരിക്കുന്നിടത്തോളം കാലം സൗഹൃദത്തിൽ കൂടെ അവരൊന്നായിത്തീരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ സ്ത്രീ പുരുഷ ബന്ധവും സൗഹൃദവും തമ്മിലുള്ള ഒരു വ്യത്യാസം, അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ കംപ്ലീറ്റ്നെസ്, അതിൻ്റെ പൂർത്തീകരണം, അതിൽ വരുന്ന മാറ്റങ്ങളാണ്. രണ്ടിലും പരസ്പരമായ ആത്മാർത്ഥതയുണ്ടാകണം, വിശ്വസ്തതയുണ്ടാകണം, കരുതലുണ്ടാകണം. അതിൽ യാതൊരു വ്യത്യാസവുമില്ല. അപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരുമായി വിഭാവന ചെയ്ത ബന്ധം എന്താണ് എന്നത് വ്യക്തമായി നമുക്ക് മനസ്സിലായാൽ, യേശു എല്ലാവരുമായി പ്രാപിപ്പാനും നിലനിർത്താനുമായി ആഗ്രഹിക്കുന്ന ബന്ധം എന്താണ്, അല്ലെങ്കിൽ യേശുവിനോട് പ്രകാരമാണ് ബന്ധം പുലർത്തേണ്ടത് എന്നതിനെപ്പറ്റി നമുക്ക് കുറച്ചുകൂടെ വ്യക്തവും ഉപയോഗപ്രദവുമായ അറിവ് പ്രാപിപ്പാൻ കഴിയും. പക്ഷേ ഇതിനെപ്പറ്റി എത്രമാത്രം താല്പര്യം നമുക്കുണ്ട് എന്നത് മറ്റൊരു പ്രശ്നമാണ്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരാഞ്ഞറിഞ്ഞ് മനസ്സിലാക്കുവാൻ ആളുകൾ കൂട്ടാക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് യേശുവിനോട് ബന്ധം പാലിക്കുന്നതിൽ, അത് പാലിക്കേണ്ട വിധത്തിൽ പാലിക്കുന്നതിൽ താല്പര്യമില്ലാഞ്ഞിട്ടാണ്. ഞാൻ മുൻപുള്ള പല വീഡിയോകളിൽ സൂചിപ്പിച്ചതുപോലെ, ദൈവത്തെ അല്ലെങ്കിൽ യേശുവിനെ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ നമ്മുടെ സ്ഥാപിത അല്ലെങ്കിൽ സെൽഫിഷായിട്ടുള്ള സ്വാർത്ഥപരമായ താല്പര്യങ്ങളുടെ പൂർത്തീകരണത്തിന് അല്ലെങ്കിൽ സാഫല്യത്തിൻ്റെ ഉപകരണങ്ങളായി മാത്രം ഉപയോഗിക്കാനാണ് നമുക്ക് താല്പര്യമെങ്കിൽ,
ആ വ്യക്തിയെ മനസ്സിലാക്കുവാനോ, ആ വ്യക്തി പ്രതീക്ഷിക്കുന്നത്, ആ വ്യക്തി വിഭാവന ചെയ്യുന്നത്, ആ വ്യക്തി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനോ നമുക്ക് യാതൊരു താല്പര്യമില്ല. ഞാനിപ്പോൾ ഒരു പേന കൊണ്ട് എഴുതുന്നു. ആ പേന എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപകരണമാണ്. ഞാൻ ഒരു നല്ല ആശയം, എൻ്റെ മനസ്സിനെ സന്തോഷം കൊണ്ടും വെളിച്ചം കൊണ്ടും നിറയ്ക്കുന്നൊരാശയം ഒരു ബുക്കിൽ എഴുതി അത് ഫലിപ്പിക്കുമ്പോൾ, ഞാൻ അതിൽ വ്യാപൃതനായിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ പേന ഉണ്ട് എന്ന് പോലും എനിക്ക് ബോധ്യമുണ്ടാകുകയില്ല. പിന്നെയാണ് പേന എന്താണ്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ നിബ്ബ് എങ്ങനെയാണ്, അതിൻ്റെ ഉള്ളിൽ മഷി എങ്ങനെയാണ് നിബ്ബിലേക്ക് അനുസ്യൂതമായി ഒഴുകിക്കൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു വിധത്തിലും അന്വേഷിക്കുകയില്ല, അറിയണമെന്ന് താല്പര്യം ഉണ്ടാകുകയില്ല. ഇതൊരു പ്രാവർത്തികമായ പ്രശ്നമാണ്. അപ്പോൾ ഈ പ്രശ്നത്തെപ്പറ്റി തന്നെ നമുക്കൊരു ബോധ്യമുണ്ടാകണം എന്നൊരു താല്പര്യം ഇവിടെ ഉണ്ട് എന്നത് ഞാൻ ആമുഖമായി ഒന്ന് സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അനേക കാര്യങ്ങൾ, ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളെപ്പറ്റി വെളിപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെങ്കിലും സമയം നമുക്കെല്ലാവർക്കും ഒരു വലിയ തലവേദന ആയതുകൊണ്ട് പല കാര്യങ്ങളും വേണ്ട വിധത്തിൽ വിശദീകരിച്ച് പ്രസ്താവിക്കുവാനുള്ള സാധ്യത ഈ ഒരു മാധ്യമത്തിലില്ല എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊരു ബന്ധത്തിൻ്റെ അടയാളപ്പെടുത്തലാണ്. നമുക്കറിയാം, യേശു എപ്പോഴും ഊന്നൽ കൊടുത്തിരുന്നത് ബന്ധങ്ങൾക്കാണ്. താനും തൻ്റെ ശിഷ്യന്മാരുമായി എപ്രകാരമുള്ള ബന്ധമാണ് യേശു വിഭാവന ചെയ്തത്. നമുക്കറിയാം, ഒരു ആഹാരം പങ്കിടുന്നതിൽ കൂടെ ഒരു ബന്ധത്തിൻ്റെ അടയാളപ്പെടുത്തലും അതിനെപ്പറ്റിയുള്ള കൃത്യമായ ബോധവൽക്കരണവുമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് അത്ര മറഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ യേശു ഇവിടെ ഉപയോഗിക്കുന്നത് 2 പ്രതീകങ്ങളാണ്. ഒന്ന്, അവൻ അപ്പമെടുത്തു, അത് നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും നൽകിയിരിക്കുന്ന പുതിയ നിമിത്തം, ഇത് നിങ്ങൾക്ക് നൽകുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്പോൾ അപ്പത്തെ ശരീരത്തിൻ്റെ പ്രതീകമായിട്ട് യേശു അവതരിപ്പിക്കുന്നു. അതുകൊണ്ട് നാം ആ ഒരു പ്രതീകത്തെ അല്പം മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ഒരു സക്രമെൻ്റ് കൊണ്ട്, ഈ ഒരു അനുഭവം കൊണ്ട്, സക്രമത്തെ ഒരു അനുഭവമായിട്ടാണ് ഞാൻ ചിത്രീകരിക്കുന്നത്, മനസ്സിലാക്കുക. ഈ അനുഭവം കൊണ്ട് യേശു എന്താണ് വിഭാവന ചെയ്തത്? അപ്പം, ശരീരം. ഞാൻ മറ്റൊരു വീഡിയോയിൽ ശരീരം യഹൂദൻ്റെ ഭാഷയിലും വിഭാവനയിലും വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അത് ഞാൻ മറക്കുന്നില്ല, അതിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ ഇതിൽ നിന്ന് അതിനോട് യോജിക്കുന്ന, അതിൽ നിന്ന് അല്പം മുൻപോട്ട് കടന്നുള്ള ഒരു ചിന്തയാണ് ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ശരീരം, ഈ ശരീരത്തെപ്പറ്റി പ്രത്യേകിച്ച് പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനങ്ങളിൽ വളരെയധികം പ്രതിപാദങ്ങളുണ്ടായിട്ടുണ്ട്, റെഫറൻസസ് ഉണ്ട്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. മാത്രവുമല്ല, നമ്മുടെ സാമാന്യ ബുദ്ധി അതെന്തിനാണ് കൊച്ചാക്കുന്നത്? നമുക്കറിയാം, ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്. അതിലെ ഓരോ അവയവവും അതിന് 2 വ്യത്യസ്തമായ തലങ്ങളുണ്ട്. ഇപ്പോൾ ഒരു വിരൽ, ഇതെൻ്റെ ചൂണ്ടുവിരലാകുന്നു. ഇതിൽ തന്നെ അതിനൊരു അസ്തിത്വമുണ്ട്. ഇതെൻ്റെ ചൂണ്ടുവിരലാണ്. ഇത് മറ്റെല്ലാറ്റിൽ നിന്നും വ്യത്യസ്തമാണ്. എൻ്റെ ശരീരത്തിൻ്റെ മറ്റൊരു ഭാഗവും ഇതിനോട് സമമല്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം, ഈ ചൂണ്ടുവിരൽ അതിൽ തന്നെ അതിൻ്റേതായ ഒരു അസ്തിത്വമുണ്ട്. ദിസ് ഇൻഡെക്സ് ഫിംഗർ ഹാസ് ഇറ്റ്സ് ഓൺ ഐഡൻറ്റിറ്റി, ഇറ്റ്സ് ഓൺ റിയാലിറ്റി, ഇറ്റ്സ് ഓൺ എക്സിസ്റ്റൻസ്. ഇപ്പോൾ ഇത് മുറിച്ച് കളഞ്ഞാൽ ഇല്ലാതെയായി. അപ്പോൾ അതോടുകൂടെ എന്ത് സംഭവിക്കും? എൻ്റെ കൈ മുഴുവനും വികൃതമാകും. മാത്രവുമല്ല, അന്ന് തൊട്ട് ആളുകൾ എന്നെപ്പറ്റി എന്ത് പറയും? 4 വിരൽ മാത്രമുള്ള മനുഷ്യൻ എന്നേ പറയത്തുള്ളൂ. ബാക്കി എന്തൊക്കെ ഉണ്ടെങ്കിലും വലത് കൈയിൽ 4 വിരൽ മാത്രമുള്ള മനുഷ്യൻ, 4 വിരൽ മനുഷ്യനായിട്ട് മാത്രമേ പിന്നെ ഞാൻ അറിയപ്പെടുകയുള്ളൂ. ഇതൊരു പ്രത്യേകതയാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഈ വിരലിന് അതിൻ്റേതായ അസ്തിത്വമുണ്ട്. അതേസമയം തന്നെ ഈ വിരൽ എൻ്റെ
ശരീരത്തിൻ്റെ ആകെത്തുകയുടെ ഒരു പ്രതിനിധി കൂടെയാണ്. ഈ വിരൽ അതിൽ തന്നെ ഒരു 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 വാസ്തവമാണ്, ഒരു റിയാലിറ്റിയാണ്, ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ ഒരു അസ്തിത്വമാണ്. അതേസമയം തന്നെ ഈ വിരൽ എൻ്റെ ശരീരത്തിൻ്റെ തുകയുടെയും പ്രതിനിധിയാണ്. പക്ഷേ ഈ വിരലിനെ മാത്രം നോക്കിയാൽ, ഇത് മാത്രം മുറിച്ച് മാറ്റി വെച്ച് നോക്കിയാൽ എൻ്റെ ശരീരത്തിൻ്റെ തുകയെ കാണുവാൻ സാധ്യമല്ല. അതേസമയം ഈ വിരൽ എൻ്റെ ശരീരത്തിൻ്റെ ഒരു ജൈവ ഘടകമായി നിൽക്കുന്നിടത്തോളം കാലം, ആസ് ലോങ് ആസ് ദിസ് ഫിംഗർ റിമെയിൻസ് എൻ ഓർഗാനിക് പാർട്ട് ഓഫ് മൈ ബോഡി, വാട്ട് എവർ ഹാപ്പൻസ് ടു ദ ഫിംഗർ ഓൾസോ ഹാപ്പൻസ് ടു മീ. അപ്പോൾ ഈ വിരലിനോട് ചോദിച്ചാൽ, നീ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ്, എന്തിനാണ് പ്രവർത്തിക്കുന്നത്? അപ്പോൾ വിരൽ പറയും, ഞാൻ പ്രവർത്തിക്കുന്നു അതിൻ്റെ പ്രത്യേകതകൾ കൊണ്ടാണ്. എനിക്കിപ്പോൾ ഇങ്ങനെ ചലിക്കാൻ കഴിയും, ചലിക്കാതിരിക്കാനും കഴിയും, ഇങ്ങോട്ട് മാറാൻ കഴിയും, അങ്ങോട്ട് മാറാൻ കഴിയും, പുറകോട്ട് പോകാൻ കഴിയും, മുൻപോട്ട് വരാൻ കഴിയും. ഇങ്ങനെയുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഈ സാധ്യതകളെ യാഥാർത്ഥ്യമാക്കുന്നതും നിലനിർത്തുന്നതും ശരീരമെന്ന് പറയുന്നൊരു വലിയ ഘടകമുള്ളത് കൊണ്ടാണ്. എനിക്ക് ഈ ശരീരത്തിൽ വസിച്ചെങ്കിൽ മാത്രമേ ഇങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ എൻ്റെ ശരീരത്തിൻ്റെ മറ്റൊരു ഭാഗത്തിനും ഇങ്ങനെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ശരീരമെന്ന് പറയുന്ന പ്രതീകം കൊണ്ട് യേശു ഉദ്ദേശിച്ചത് എന്താണ്? എൻ്റെ ശരീരം, യേശുവിൻ്റെ ശരീരം. നിങ്ങൾ എൻ്റെ ശരീരത്തിൻ്റെ അഭേദ്യ ഘടകങ്ങളാണ്. എൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളാണ് നിങ്ങൾ. അതുകൊണ്ടെന്താണ്, നിങ്ങളുടെ വ്യക്തിത്വത്തിന് അതിൻ്റേതായ, അതിൽ തന്നെയുള്ള വിലയുണ്ട്, സൗന്ദര്യമുണ്ട്, അസ്തിത്വമുണ്ട്. അതേസമയം തന്നെ നിങ്ങൾ പ്രവർത്തിക്കുമ്പോഴൊക്കെയും നിങ്ങളുടെ അസ്തിത്വത്തിൻ്റെ സാധ്യതകൾ അതിൻ്റെ പൂർണ്ണ തോതിൽ പ്രകടിപ്പിക്കപ്പെടേണ്ടതിന് നിങ്ങൾ ഈ പൂർണ്ണ ശരീരത്തോടുള്ള ബന്ധത്തെ മാനിച്ച് പ്രവർത്തിപ്പീൻ. ഉദാഹരണമായിട്ട് ഈ വിരൽ കൊണ്ട് ഞാൻ ആരുടെയെങ്കിലും കണ്ണിൽ കുത്താം, എനിക്ക് ആരുടെയെങ്കിലും കണ്ണിൽ കുത്താം. അങ്ങനെ കുത്തണമെന്ന് തീരുമാനിക്കുന്നത് വിരലല്ല, എൻ്റെ സ്വഭാവമാണ്. അല്ലെങ്കിൽ ഇതേ വിരൽ കൊണ്ട് ആർക്കെങ്കിലും സന്തോഷം വരുന്ന വിധത്തിൽ ഒരു ആശ്വസിപ്പിക്കാനും ഈ വിരൽ കൊണ്ട് കഴിയും. അതെൻ്റെ സ്വഭാവം കൊണ്ടാണ്. അപ്പോൾ ഈ വിരലിൻ്റെ പ്രവൃത്തിയെ നിയന്ത്രിക്കുന്ന സ്വഭാവത്തിൻ്റെ ആകെത്തുക, ആ വ്യക്തിത്വം എൻ്റേതായിരിക്കണം. ഇതാണ് എൻ്റെ അകത്തെ ആശയം. നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. ഈ വിരൽ പ്രവർത്തിക്കുമ്പോൾ അതൊരു ശരീരത്തിൻ്റെ ഭാഗമാണെന്ന് ഓർത്തിട്ട് വേണം പ്രവർത്തിക്കുവാൻ. ആ ഒരു ഓർമ്മയുടെ പുതുക്കലായിട്ട് വേണം നിങ്ങളിത് അനുഭവിക്കാൻ എന്നാണ് യേശു മനസ്സിലാക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് അല്പം ആലോചിച്ചാൽ, ഇത് അല്ല എന്നതുകൊണ്ട് ഇത് പ്രസക്തമല്ല എന്നാരും പറയരുത്. നാം കുറച്ചുകൂടെ വിശാലമായി ചിന്തിച്ചാൽ, നാം ഈ ലോകത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഓരോ പുതിയ പിറവിയാണ്. ഇത് അതിമനോഹരമായ ഒരാശയം ഞാൻ എളിമയായി സമർപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ ബോധതലങ്ങൾ വളർന്നാൽ മനസ്സിലാകും, നാം ആരും ഒറ്റപ്പെട്ട കുമിളകളല്ല. നാം ഒരു വലിയ പ്രതിഭാസത്തിൻ്റെ അഭേദ്യമായ ജൈവ ബന്ധങ്ങളാണ്, ഭാഗങ്ങളാണ്. ഈ പ്രപഞ്ചവും ഞാനുമായി ഒരു ബന്ധമുണ്ട്. ആത്മീകമായ കാഴ്ചപ്പാടിൻ്റെ അനുഭവ പ്രത്യേകതകളുടെ ഒരു ഭാഗം മനുഷ്യനും ഈ സൃഷ്ടിയുടെ ആകെത്തുകയുമായിട്ടുള്ള ജൈവബന്ധം അതാണ്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അത് അതിൻ്റെ ഇഫക്റ്റ്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയില്ല. അത് കടാഹങ്ങളെയും അത് ബാധിക്കും. എൻ്റെ ഓരോ പ്രവൃത്തിയും ഒരു പുതിയ പിറവിയാണ്. പ്രവൃത്തി പിറവിയാണ്. ഞാൻ ആവർത്തിക്കുന്നു, പ്രവൃത്തി പിറവിയാണ്. ഉദാഹരണമായിട്ട്
എന്നെപ്പറ്റി ആളുകൾ നല്ലത് പറഞ്ഞു. അവൻ നല്ലവനാണ്, അവന് കരുതലുള്ളവനാണ്, അവന് നല്ലൊരു ഹൃദയമുണ്ട്, ആരെയും ദ്രോഹിക്കുന്നവനല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഒരു ദിവസം ഞാൻ എൻ്റെ കണ്ണ് എൻ്റെ ഈ വിരൽ കൊണ്ട് കുത്തിപ്പൊട്ടിച്ചു എന്ന് വിചാരിക്കും. അങ്ങനെ നടക്കാതിരിക്കട്ടെ. അന്ന് മുതൽ ഈ ഒറ്റ വിരൽ അങ്ങനെ പ്രയോഗിക്കപ്പെട്ടതുകൊണ്ട് എൻ്റെ വ്യക്തിത്വത്തെ എന്നേക്കുമായി ആളുകൾ വ്യത്യസ്തമായി മനസ്സിലാക്കും. എൻ്റെ വ്യക്തിത്വം തന്നെ മാറിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഓരോ പ്രവൃത്തിയും ഓരോ പിറവിയാണ്. ഈ അനാശാസ്യമായ പ്രവൃത്തിയിൽ കൂടെ ഞാൻ വീണ്ടും ജനിക്കുകയാണ്. യേശു നിക്കോദീമോസിനോട് പറഞ്ഞില്ലേ, നീ വീണ്ടും ജനിക്കണം. അതിൻ്റെ അർത്ഥം വേണ്ടതുപോലെ മനസ്സിലാക്കാതെ അതുകൊണ്ട് ആളുകൾ ഇവിടെയൊക്കെ ഓടിപ്പോവുകയാണ്. അർത്ഥം വളരെ ലളിതമാണ്. ഞാൻ എൻ്റെ വിരൽ കൊണ്ട് ആരുടെയെങ്കിലും കണ്ണ് കുത്തിപ്പൊട്ടിച്ചാൽ ഈ വിരൽ മൂലം ഞാൻ വീണ്ടും ജനിക്കുകയാണ്. ആരായിട്ട് ജനിക്കുന്നു? ഒരു കുറ്റവാളിയായിട്ട് ജനിക്കുന്നു. അതൊരു വീണ്ടും ജനനമാണ്. അതേസമയം തന്നെ എനിക്ക് ദൈവം നൽകിയിട്ടുള്ള ശരീരത്തെ വേണ്ടതുപോലെ ഉപയോഗിച്ച് എനിക്ക് മറ്റൊരു വീണ്ടും ജനനവും സാധ്യമാണ്. കുറ്റം ചെയ്ത് നടന്ന ഒരു വ്യക്തി അതെല്ലാം ഉപേക്ഷിച്ച് അവൻ്റെ ഉള്ളിൽ പുതിയ ദർശനമുണ്ടായിട്ട് അവൻ ഒരു നല്ല വ്യക്തിത്വം പ്രാപിക്കുമ്പോൾ അതൊരു പുതിയ ജനനം തന്നെയാണ്. അപ്പോൾ ഈ സക്രമം കൊണ്ടാണ് സംഭവിക്കേണ്ടത്. ഞാൻ ഒരു ഒറ്റപ്പെട്ട കുമിളയല്ല. ഞാൻ ദൈവം നിർമ്മിച്ച ഈ വലിയ പ്രതിഭാസത്തിൻ്റെ ഒരു ജൈവ അംശമാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും ആ ഒരു ബോധത്തിൽ കൂടെ, ആ ചുമതല ബോധത്തിൽ കൂടെ, അച്ചടക്കത്തിൽ കൂടെ വേണം ചെയ്യുവാൻ. ഞാനൊരു വാക്ക് പറഞ്ഞാൽ, ഞാനൊന്ന് വിരലനക്കിയാൽ, ഞാനൊരു ചുവട് വച്ചാൽ അത് ഈ എല്ലാറ്റിൻ്റെയും ആകെത്തുകയോടുള്ള ബന്ധത്തിലായിരിക്കണം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആകെത്തുക ഞാനാണ്. നിങ്ങൾ എന്നിൽ വസിപ്പീൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വ്യക്തിത്വമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആകെത്തുക. അതുകൊണ്ട് നിങ്ങളുടെ ഓരോ വാക്കും, ഓരോ നോട്ടവും, ഓരോ നടത്തവും ഞാനെന്ന ഈ ആകെത്തുകയുടെ സ്വാധീനത്തിൽ, അതിൻ്റെ അച്ചടക്കത്തിൽ ആയിരിക്കണം എന്ന ഒരു ഉൾക്കാഴ്ചയാണ് ഇതുകൊണ്ട് പ്രാപിക്കേണ്ടത്. പക്ഷേ അതിന് പകരം എന്താണ്? തെരുവിൽ കിടന്ന് അടിക്കുന്നു, മദ്ബഹായിൽ കിടന്ന് ഉന്തും തള്ളും ഉണ്ടാക്കുന്നു, ചീത്ത വിളിക്കുന്നു. ഇത് എന്തിനാണ്? പുരോഹിതൻ കിഴക്കോട്ട് തിരിയണോ പടിഞ്ഞാട്ട് തിരിയണോ? ഇതും യേശു വിഭാവന ചെയ്ത അനുഭവം തമ്മിൽ എന്താണ് സാമ്യം? സക്രമെന്റ് എന്ന് അറിയുവാൻ ഒരു വിധത്തിലും കഴിവില്ലാത്ത ആളുകൾ സക്രമെന്ത് പോക്കറ്റിലിടാൻ തത്രപ്പെടുമ്പോൾ, സക്രമത്തിന് വരുന്ന അപമാനത്തെ നാം ഇപ്പോൾ കണ്ണുകൊണ്ട് കണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വ്യാപ്തി എത്രമാത്രമാണെന്ന് അറിയുവാൻ എവരും കൂട്ടാക്കണമെന്ന് അപേക്ഷിക്കുന്നതിന് കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ശരീരം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനിയും അടുത്ത പ്രതീകം എന്താണ്? അവൻ വീഞ്ഞെടുത്ത് അതിനെ ശുദ്ധീകരിച്ച് അവർക്ക് നൽകി പറയുന്നു, ഇതെൻ്റെ രക്തം, ഇത് നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഓർമ്മ ഓർമ്മ ഓർമ്മ. ഇനിയും വീഞ്ഞെന്താണ്? വീഞ്ഞ് മുന്തിരിവള്ളിയെ സൂചിപ്പിക്കുന്നു, അല്ലേ? വീഞ്ഞ് മുന്തിരിവള്ളിയെ സൂചിപ്പിക്കുന്നു. എന്താണ് മുന്തിരിവള്ളി എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം. ഞാൻ മുന്തിരിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. അപ്പോൾ കൊമ്പുകൾ മുന്തിരിയിൽ വസിക്കണം. നമുക്കറിയാം, 2 തരത്തിലുള്ള സാധ്യതകൾ ഇവിടെയുണ്ട്. ആദ്യമേ ഞാൻ പറഞ്ഞു, സക്രമെന്റ് എന്ന് പറഞ്ഞാൽ വിശ്വാസികളും യേശുവും തമ്മിലുള്ള ബന്ധത്തെ അതായിരിക്കേണ്ട വിധത്തിൽ അതിൻ്റെ യഥാർത്ഥ ആത്മീകമായ സ്വഭാവം വെളിപ്പെടുത്തുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു അനുഭവമാണ്, ഒരു ഉദാഹരണമാണ്, ഒരു ആഹ്വാനമാണ്. അതിൽ കൂടെ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധ്യമാകൂ. ഞാൻ മുന്തിരി ആകുന്നു, നിങ്ങൾ മുന്തിരിവള്ളികൾ, ഞാൻ മുന്തിരിവള്ളികളാകുന്നു, നിങ്ങൾ കൊമ്പുകളാകണം. ഐ ആം ദ വൈൻ, യു ആർ ദ ബ്രാഞ്ചസ്. ഇതൊരു ബന്ധത്തെ സൂചിപ്പിക്കുകയാണ് എന്നതിന് വല്ല സംശയമുണ്ടോ? അത് വളരെ പ്രകടമല്ലയോ? 2 തരത്തിലുള്ള ബന്ധങ്ങളെ വേദപുസ്തകം
ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്നുണ്ട്. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പ്രവാചകന് നൽകുന്ന ഒരു ദർശനമുണ്ട്. അതെന്താണ്? ഒരു മലയുടെ താഴ്വാരത്തിൽ ഓൺ ദ വാലി അവിടെ ഉണങ്ങിയ അസ്ഥികൾ കൂമ്പാരം കൂട്ടിയിട്ടിരിക്കുകയാണ്. ഡ്രൈ ബോൺസ്, എ ഹീപ്പ് ഓഫ് ഡ്രൈ ബോൺസ്. അതൊരു ബന്ധമാണ്. രണ്ട് തരത്തിലുള്ള ബന്ധങ്ങൾ. മുന്തിരിയിൽ കൊമ്പുകൾ വസിക്കുന്നത് പോലെ വസിക്കുന്നത് ഒരു മാതൃകയും, ഈ താഴ്വരയിൽ ഉണങ്ങിയ അസ്ഥികൾ കൂട്ടിയിട്ടിരിക്കുന്നത് മറ്റൊരു മാതൃകയുമാണ്. ആധുനിക ലോകത്തിൽ സ്ഥിതി ചെയ്യുന്ന സഭകൾ, അതിലെ അംഗങ്ങൾ എന്താണ്? ഈ താഴ്വരയിൽ കൂമ്പാരം കൂട്ടിവെച്ചിരിക്കുന്ന ഉണങ്ങിയ അസ്ഥികളെ പോലെയാണ്. അവർക്ക് പരസ്പരം യാതൊരു ബന്ധവുമില്ല. അവർക്ക് ഈ ആകത്തുകയുമായിട്ട് നിനക്ക് ബന്ധമുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുകയുമില്ല. ഇത് വേറെ പണിയില്ലാത്തവൻ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കള്ളക്കഥകളാണെന്ന് അവർ പറയത്തുള്ളൂ. എന്നാൽ ആത്മീയമായ ഏതെങ്കിലും വിധത്തിൽ അല്പം ബോധം പ്രാപിച്ചിട്ടുള്ള മനുഷ്യർക്ക് മനസ്സിലാകും, ഞാനൊരു വിരൽ അനക്കിയാൽ, ഞാനൊരു വാക്ക് പറഞ്ഞാൽ അത് ഈ സർവ സൃഷ്ടിയുടെയും അവസ്ഥയെ അത് ബാധിക്കുന്നതാണ്. അതിൻ്റെ ഒരു ചെറിയ സൂചന നഷ്ടപ്പെട്ടു പോയ മകൻ്റെ ഉപമ, അത് മുടിയനാപുത്രൻ്റെ ഉപമയിലുണ്ട്. മുടിയനാപുത്രന് ബോധം വന്നപ്പോൾ അവൻ എന്താണ് പറയുന്നത്? ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് മടങ്ങിച്ചെന്ന് അവനോട് പറയും, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു എന്നാണ് അവൻ പറയുന്നത്. അവന് ആത്മീയമായ ബോധമുണ്ടാകുകയാണ് ആദ്യമായിട്ട്. അവനെങ്ങനെയാണ് സ്വർഗത്തോട് പാപം ചെയ്ത് നമുക്ക് ചോദിക്കാം. എന്നാൽ അപ്പോഴത്തെ അവൻ്റെ ആത്മീയമായ തിരിച്ചറിവിൽ അവൻ ചെയ്ത ഓരോ പ്രവൃത്തിയും, അവൻ വെച്ച ഓരോ ചുവടുകളും, അർത്ഥശൂന്യമായി ജീവിച്ച ഓരോ ദിവസങ്ങളും, അത് ഈ ജീവൻ്റെ ആകത്തുകയായ ദൈവസൃഷ്ടിയുടെ ആകത്തുകയോട് അവൻ കാണിച്ച മറുതലിപ്പായിരുന്നുവെന്ന് അപ്പോഴവൻ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവുണ്ടെങ്കിൽ അവൻ മടങ്ങി വരും, യാതൊരു സംശയമില്ല. നമ്മുടെ പ്രശ്നം എന്താണ്? നമുക്ക് ആ തിരിച്ചറിവില്ല എന്നത് തന്നെയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആരോടും ബന്ധമില്ലാത്ത, ഒരു വിധത്തിലും ഒന്നിനോടും ചുമതലയില്ലാത്ത, നാം നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന, കൊമ്പിൽ നിന്ന് മുന്തിരിവള്ളിയിൽ നിന്ന് പറിച്ചു മാറ്റപ്പെട്ട, നാം നമ്മെ തന്നെ പറിച്ചു മാറ്റി വച്ചിരിക്കുന്ന കൊമ്പുകളാണ്. ആ പറിച്ചു മാറ്റപ്പെട്ട് വച്ചിരിക്കുന്ന കൊമ്പുകളുടെ കണ്ണിൽ കൂടെ നോക്കിയാൽ എനിക്ക് ഈ ആകത്തുകയോട് യാതൊരു ബന്ധമില്ല. ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു. എനിക്ക് മറ്റാരോടും കരുതിയിട്ടും ആരോടെങ്കിലും ചുമതലബോധം ഉണ്ടായിട്ടും ഒന്നും കാര്യമൊന്നുമില്ല. ഈ ഒരവസ്ഥയിലാണ് ലോകം അധപ്പതിച്ചു പോകുന്നത്. ഇതാണ് ലോകം മരണമെന്ന മർമ്മത്തിൻ്റെ അടിമയാണ് എന്ന് വേദപുസ്തകം ആദ്യം മുതൽ അവസാനം വരെ പറയുന്നത് എന്ന് വ്യക്തമായി നാം ധരിക്കുന്നില്ല. സക്രമെന്റ് എന്നതോ മരണത്തിൻ്റെ അവസ്ഥ, അതായത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറിക്കിടക്കുന്ന, ഒന്നിനും മറ്റതിനോട് ബന്ധമില്ല, കരുതലില്ലാത്ത ലോകം, യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാൻ ഉള്ള കഴിവ് തികച്ചും ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്ന ലോകം, അങ്ങനെ അന്ധകാരത്തിൽ ആണ്ടുപോയ ലോകത്തിൽ മറ്റൊരു സാധ്യതയുടെ സൂര്യോദയമാണ്. ഒരു വലിയ വെളിച്ചമുണ്ടായെന്ന് പറയുന്നില്ല. എല്ലാം ഒന്നാണ്. ആർക്കെങ്കിലും വേദന വന്നാൽ എല്ലാവരുടെയും വേദനയാണ്. ഒരു കൊമ്പ് മുറിഞ്ഞു പോയാൽ മുന്തിരിവള്ളി ആകമാനം കണ്ണീർ വാർക്കും. ആ വേദനയാണ് ഗെത്സമനത്തോട്ടത്തിൽ വെച്ച് യേശു അനുഭവിച്ചു. മനുഷ്യൻ്റെ ഇപ്രകാരമുള്ള ലൗകികമായ അവസ്ഥയിൽ കടന്നുകൂടിയിരിക്കുന്ന ഈ മരണത്തിൻ്റെ മർമ്മത്തെ എപ്രകാരം എന്നിലേക്ക് എടുത്തുകൊണ്ട് കുരിശിലേക്ക് പോകാൻ കഴിയുമെന്ന ചിന്തയുടെ മൂർച്ചയാണ് യേശുവിൻ്റെ ഹൃദയത്തെ തകർക്കുകയും അവൻ രക്തം വിയർപ്പായി അനുഭവിക്കുകയും ചെയ്തത് എന്നത് നാം മനസ്സിലാക്കണം. അപ്പോൾ ഇപ്പോഴത്തെ മനുഷ്യൻ്റെ അവസ്ഥ, അതായത് ആത്മീയമായ വീണ്ടും ജനനം പ്രാപിക്കുന്നതിന് മുൻപുള്ള മനുഷ്യൻ്റെ അവസ്ഥ, എസെക്കിയേൽ പ്രവാചകൻ ലഭിച്ച ദർശനമനുസരിച്ച് താഴ്വാരത്തിൽ കൂട്ടിയിട്ടിരിക്കുന്ന ഉണങ്ങിയ അസ്ഥികളുടെ കൂമ്പാരങ്ങളാണ്. നമ്മുടെ സഭകൾ നാം ഞായറാഴ്ച തോറും ഭയഭക്തിയോടെ അവിടെ പോയിരിക്കുന്നു. പക്ഷേ ഓരോരുത്തരും ഓരോ ഉണങ്ങിയ എല്ലിനും കഷ്ണങ്ങളാണ്. അത് നാം അറിയുന്നില്ല. അതിനെപ്പറ്റി ഒരു കരുതലോ ഒരു ദുഃഖമോ ഒരു വേദനയോ ഒരു ചുമതലയോ ഇല്ലാത്ത വിധത്തിൽ ഒരു കട ഓടിക്കുന്നത് പോലെ സഭകൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാനൊരു കടയിട്ട്
അവിടെ അതിനകത്തൊരു 100 കാര്യങ്ങൾ വെച്ച് വിറ്റുകൊണ്ടിരിക്കുന്നു. ഓരോരുത്തരൊന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അവിടെ വാങ്ങിക്കാൻ വരുന്ന ആളുകൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അന്വേഷിക്കേണ്ട കാര്യം കടക്കാരനായി എനിക്കില്ല. എൻ്റെ ആകെപ്പാടെയുള്ള ചിന്ത എന്താണ്, വരുന്നവരുടെ കയ്യിൽ നിന്ന് എത്രമാത്രം ലാഭം എനിക്കുണ്ടാക്കാം. ഇതേ താല്പര്യം കൊണ്ട് ഒരു സഭ ഓടിച്ചാൽ അതിനകത്ത് അപ്പവും വീഞ്ഞും എന്താണ് പറയുന്നത്, പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അതിന്മേൽ പരിശുദ്ധാത്മാവിനെ ഇറക്കി വെച്ച് ആളുകളുടെ വായിൽ ഇട്ട് കൊടുത്താൽ അത് വിശുദ്ധ സംസർഗമാണ്, അത് ദിവ്യബലിയാണ്, അത് കുർബാന എന്ന് പറയുന്നവന് ആത്മീക കാഴ്ചപ്പാടിൻ്റെ ABCD അറിയില്ല എന്നാണ് എൻ്റെ അർത്ഥം. പിന്നെ അതിൻ്റെ പുറത്ത് അങ്ങനെ വിറ്റുകൊണ്ടിരിക്കുന്നവൻ കിഴക്കോട്ട് തിരിയണോ പടിഞ്ഞാറ് നിൽക്കണോ എന്ന് പറഞ്ഞ് തമ്മിൽ തല്ലുന്നവൻ, ഇതുമായിട്ട് എന്ത് ബന്ധമാണുള്ളതെന്ന് നിങ്ങൾ ദയവായി മനസ്സിലാക്കണം. ദയവായി ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. ഇത് അപഹാസ്യമാണ്, ഇത് ലോകത്തിലേക്കും വലിയ കോമഡിയാണ് എന്നതെങ്കിലും തിരിച്ചറിയുവാൻ നമുക്കിടയാകട്ടെ. അപ്പോൾ അതിമനോഹരമായ ഒരു ദർശനം, സമയം അതിക്രമിച്ചതുകൊണ്ട് സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തൽ 5 മിനിറ്റൂടെ ഞാനെടുത്ത് നടത്താൻ പോകുകയാണ്. നാം ഇതിൻ്റെ എന്തുകൊണ്ട് നിങ്ങളിതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന യേശു, ഇത് വളരെ സുപ്രധാനമാണ്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ അന്വേഷണം പൂർത്തിയാകില്ല എന്നതുകൊണ്ട്. ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്നത്? ഇപ്പം ഞാൻ എൻ്റെ അനുഭവം വെച്ച് നിങ്ങളോട് പറയാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ഈ ലോകത്തിൽ എൻ്റെ അമ്മയാണ്. അപ്പോൾ എൻ്റെ അമ്മ മരിച്ചിട്ട് ഇപ്പോൾ 58 വർഷത്തോളമാകുന്നു. അപ്പോൾ എൻ്റെ അമ്മയുടെ ഓർമ്മ ഞാൻ ഇന്ന് നിലനിർത്തുന്നുണ്ട്. ഞാൻ വസ്തുതയിൽ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും എൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് ചെയ്തതാണ്. സത്യമായി നിങ്ങളോട് പറയുകയാണ്. എൻ്റെ പ്രചോദനം അങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അതിനെ ആസ്പദമാക്കി എനിക്കൊരു കാര്യം അറിയാം. ഞാൻ എൻ്റെ അമ്മയോട് ബന്ധം പുലർത്തുമ്പോൾ, ഇപ്പോൾ മരിച്ചിട്ട് 58 വർഷം കഴിഞ്ഞ എൻ്റെ അമ്മയോട് ഞാൻ ബന്ധം പുലർത്തുമ്പോൾ ഞാൻ ഓർമ്മയ്ക്കായി ചെയ്യുന്നു. ഞാൻ അതിനെ ആസ്പദമാക്കി ചില അടിസ്ഥാന പ്രമാണങ്ങൾ വെളിപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ ഓർക്കുന്നത് എനിക്കൊരമ്മയുണ്ടായിട്ടാണ്. അമ്മയോടുള്ള എൻ്റെ ബന്ധം, എൻ്റെ എല്ലാ അനുഭവങ്ങളും വെളിച്ചം കൊണ്ട് നിറഞ്ഞു തുളുമ്പുന്നതായിട്ടാണ്. എനിക്കിപ്പോഴും അത് മറക്കാൻ വയ്യാത്ത എൻ്റെ ഏറ്റവും വലിയ നിധിയായി ഞാൻ കൊണ്ടു നടക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? 2 കാര്യം. ഞാൻ, എൻ്റെ അമ്മ. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് ബന്ധം പുലർത്തുമ്പോൾ, എൻ്റെ അമ്മ എനിക്ക് ഓർമ്മയായ സമയം തൊട്ട് വലിയ രോഗിയായി മരണത്തോട് മല്ലിട്ട് ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് പ്രാർത്ഥനയിൽ മുഴുകി കഴിഞ്ഞൊരു വ്യക്തിയാണ്. ഞാൻ എൻ്റെ അമ്മയെ പരിചരിക്കുമ്പോൾ എൻ്റെ അനുഭവം എന്താണ്? ഞാൻ എന്നെ പൂർണ്ണമായി മറന്നിട്ടാണ് ഞാൻ ആ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഞാൻ ചെറുപ്പമാണ്, ഇങ്ങനെ മനസ്സിലാക്കാനുള്ള ത്രാണിയൊന്നും വന്നെനിക്കില്ല. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് പല കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ട്. എന്നാൽ ആ രോഗത്തിൻ്റെ അപകടഘട്ടം കഴിയുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരണം. അപ്പോൾ ഞാനായി മാറുന്നു, എന്നെ ഓർമ്മ വരുന്നു, ഞാനായിട്ട് മാറുന്നു. അപ്പോൾ അമ്മയോടുള്ള ബന്ധത്തിൽ ഞാനൊരു ബോധതലവും അമ്മ എൻ്റെ ബോധത്തിൽ ഒതുങ്ങി നിൽക്കുന്ന, സ്ഥിതി ചെയ്യുന്ന, അതിൽ ദീപ്തമാകുന്ന ഒരസ്തിത്വമാണ്, an object. എന്നാൽ ഞാനിപ്പോൾ കോളേജിലേക്ക്, അന്ന് ഞാൻ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലം, ഞാൻ കോളേജിലേക്ക് ക്ലാസ്സിൽ പോകുമ്പോൾ എൻ്റെ ബോധതലങ്ങളിൽ അമ്മയുടെ ഇടം നന്നേ കുറയും. അപ്പോൾ അമ്മയിൽ നിന്ന് I will withdraw from my mother. I go to college. അപ്പോൾ ആ സമയത്ത് എന്താണ്, ആ ഒരു ഒബ്ജക്റ്റ്, അതിൽ നിന്ന് എൻ്റെ ശ്രദ്ധ, എൻ്റെ ബോധം എന്നിലേക്ക് മടങ്ങിയിട്ട് അതൊരു ചെറിയ പെർസെപ്ഷനായി, ഒരു അവയർനെസ്സായിട്ട് മാത്രം എൻ്റെ നിൽക്കും. പിന്നെ ഒരു ഫീലിംഗും എനിക്കുണ്ടാകും. എനിക്കൊരു അമ്മയുണ്ടല്ലോ എന്നൊരു ഫീലിംഗ് ഉണ്ടാകും. ഈ ഫീലിംഗ്, ഈ ഒരു വികാരം, അതിനേറ്റക്കുറച്ചിലുണ്ടാകും. ചില സാഹചര്യങ്ങളിൽ തീരെ ഇല്ലാതാകും.
അപ്പോൾ എനിക്ക് അമ്മയുണ്ട് എന്ന കാര്യം പോലും മറന്ന് ഞാൻ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് അമ്മയോട് വലിയ സ്നേഹമുണ്ട്, ശരിയാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ വരുമ്പോൾ ആ ഒരു ഫീലിംഗ്, ആ ഒരു വികാരം നന്നേ മറന്നു പോകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഇങ്ങനെ ഒരു അമ്മയില്ല എന്ന വിധത്തിൽ ഞാൻ പ്രവർത്തിച്ചു എന്നിരിക്കും. അങ്ങനെ വരാതിരിക്കുന്നതിന് എന്ത് വേണം? ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. അങ്ങനെ ഞാൻ അമ്മയുടെ സാന്നിധ്യത്തിൽ നിന്ന് കോളേജിൽ പോകുമ്പോഴും അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോകുമ്പോഴും എന്ത് ചെയ്യണം? ആ ഫീലിംഗ് എന്നത് ഒരു യഥാർത്ഥ അനുഭവമായി, യഥാർത്ഥ ബോധവൽക്കരണമായി. ഫീലിംഗ് മസ്റ്റ് ബി റേസ് ടു ദ ലെവൽ ഓഫ് അവെയർനെസ്. മലയാളം വാക്ക് എനിക്ക് വേണ്ടതുപോലെ കിട്ടാത്തത് കൊണ്ടാണ് ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കുന്ന ഒരു താല്പര്യം ഉണ്ടായിട്ടോ അഭിമാനമായിട്ടോ ഒന്നുമല്ല. മലയാളം ഇംഗ്ലീഷിലെ പോലെ തന്നെ മനോഹരമായൊരു ഭാഷയാണെന്ന് എനിക്കറിയാം. അപ്പോൾ സാധാരണഗതിയിൽ ഏറ്റവും കൂടുതലായി നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് മാത്രം, എനിക്കൊരു അമ്മയുണ്ടല്ലോ എന്നൊരു ഫീലിംഗ്. പക്ഷെ ആ ഫീലിംഗ് കൊണ്ട് നമുക്ക് ഒന്നും ആകുന്നില്ല. അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്കൊരു ഫീലിംഗ് കൊണ്ടൊക്കത്തില്ല. അതേസമയം ഒരു അവെയർനെസ് ആണെങ്കിൽ അതുകൊണ്ടൊക്കും. അപ്പോൾ സക്രമെൻറ്റിൻ്റെ ഉദ്ദേശം എന്താണ്? നമുക്കെല്ലാവർക്കും യേശുവിനെ പറ്റി ഒരു ഫീലിംഗ് ഉണ്ട്, വികാരമുണ്ട്. അയ്യോ നല്ലവനായിരുന്നു, എനിക്ക് വേണ്ടി മരിച്ചല്ലോ, നല്ലവൻ, പാവ യേശു എന്നൊരു ഫീലിംഗ് നമുക്കുണ്ട്. പക്ഷേ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ആ ഫീലിങ്ങിനെ നമുക്ക് ഒരു യഥാർത്ഥ ഒരു അവെയർനെസ്, ഇപ്പോൾ യേശു എൻ്റെ കൂടെയുണ്ട്, എൻ്റെ മുമ്പിൽ നിൽക്കുന്നു, ആ വെളിച്ചമാണ് എൻ്റെ ജീവിതത്തിലെ റെഫറൻസ്, ദ പോയിൻ്റ് ഓഫ് റെഫറൻസ് എന്ന വിധത്തിൽ യേശു നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടായിരുന്നുവെങ്കിൽ നാം എപ്രകാരം ഒരു സാഹചര്യത്തെ കാണുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുമായിരുന്നു എന്ന ആ ഒരു ബോധം, ഒരു വികാരത്തെ ഒരു ബോധമായി പരിവർത്തിക്കുവാൻ, പ്രബലപ്പെടുത്തുവാൻ, ശക്തീകരിക്കുവാൻ, അതുകൊണ്ട് നമ്മുടെ പ്രവർത്തന രീതികളെ നിയന്ത്രിക്കുന്ന പ്രാവർത്തിക മർമ്മമാക്കി അതിനെ പുനർജീവിപ്പിക്കുവാൻ സഹായിക്കുന്ന പ്രക്രിയയുടെ പേരാണ് ഓർമ്മിക്കുക എന്നുള്ളത്. ഇത് മനസ്സിലായില്ലെങ്കിൽ സക്രമെന്ത് മനസ്സിലാക്കാൻ സാധ്യമേ അല്ല. ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നിങ്ങൾക്കിപ്പോഴുള്ളത് എൻ്റെ കാലശേഷം ഉണ്ടാകുന്ന ഒരു ചെറിയ ഫീലിംഗ്, വൈകാരികമായ ഒരു ചെറിയ അനുഭവം, നേരിയ അനുഭവം. അതുകൊണ്ട് അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയില്ല. എന്നാൽ ഞാൻ എന്നത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രവർത്തനമർമ്മമായി ശക്തീകരിക്കണമെങ്കിൽ, അത് യഥാർത്ഥത്തിൽ അനുഭവപ്പെടണമെങ്കിൽ എന്ത് വേണം? ഈ വികാരത്തിൻ്റെ അനുഭവത്തിൽ നിന്ന്, ഫീലിങ്ങിൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു ബോധവൽക്കരണത്തിൻ്റെ, ഒരു അവെയർനെസ്സിൻ്റെ, യേശു എന്നോട് കൂടെയുണ്ട്. അതാണ് യേശു പറയുന്നത്, നിങ്ങൾ എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. എൻ്റെ മരണം വരെ നിങ്ങൾ എന്നിൽ വസിപ്പാനല്ല യേശു പറഞ്ഞു, എക്കാലത്തും ചരിത്രം അവസാനിക്കുന്നത് വരെ നിങ്ങൾ എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിൽ. അതാണ് സക്രമെന്റ്. സക്രമെന്തിൻ്റെ ഏറ്റവും നല്ല ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അസന്നിഗ്ധമായി പറയും, യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യമാണ്. നിങ്ങൾ എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങളിൽ വസിക്കുകയും ചെയ്യുന്ന അവസ്ഥയുടെ പേരാണ് സക്രമെന്റ്. ആ അവസ്ഥയില്ല എങ്കിൽ പിന്നെ പുരോഹിതൻ കിഴക്കോട്ട് തിരിയുന്നോ പടിഞ്ഞാട്ട് തിരിയുന്നോ എന്നുള്ള വിവാദം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അത് സക്രമെന്തിൻ്റെ ഏറ്റവും വലിയ അപമാനമാണ്. സക്രമെന്തിനെ പന്നിയുടെ മുമ്പിലിട്ട മുത്തുപോലെ ആക്കി തീർക്കുന്ന പരിപാടിയാണ് എന്ന് ദയവായി ഈ അന്തിമ വേളയിലെങ്കിലും വിശ്വാസികൾ തിരിച്ചറിയട്ടെ എന്ന പ്രാർത്ഥനയോടെ, സമയത്തിൻ്റെ പരിമിതി കൊണ്ട് മാത്രം സുപ്രധാനമായ അനേക ആത്മീയ സത്യങ്ങൾ തിങ്ങിയിരിക്കുന്ന ഈ ഒരു ആത്മീയ അനുഭവത്തെ അത് വേണ്ടതുപോലെ പരിഗണിക്കാൻ കഴിഞ്ഞില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും ഇനിയും അധികം ഈ അന്വേഷണത്തിൽ മുൻപോട്ട് പോകേണ്ട ആവശ്യമുണ്ട് എന്ന യാഥാർത്ഥ്യം നിലവിലിരിക്കെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇതിൽ സഹകരിക്കുന്ന ഏവരോടുമുള്ള എൻ്റെ കൃതജ്ഞത അറിയിക്കുകയും ചെയ്യുന്നു.